എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +1 അലോട്ട്മെൻറ്റിൻ്റെ വിദ്യാർത്ഥികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നൊരു കാര്യമാണ്. അത് നിലവിൽ അപേക്ഷ നൽകിയിട്ടും അലോട്ട്മെൻറ്റ് ഇതുവരെയും ഒരു സ്കൂളിൽ പോലും ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നൊരു അലോട്ട്മെൻറ്റാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്. അപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ എന്നോട് ഒരുപാട് വിദ്യാർത്ഥികൾ കമൻറ്റ് ചോദിക്കുന്നുണ്ട്. 86% ഉണ്ട്, അലോട്ട്മെൻറ്റ് കിട്ടുമോ? 96 ഉണ്ട്, 73 ഉണ്ട്, 83 അലോട്ട്മെൻറ്റ് കിട്ടുമോ? ഫസ്റ്റിലില്ല, സെക്കൻഡിലില്ല, തേർഡിലില്ല, പക്ഷേ എന്ത് ചെയ്യുമോ സപ്ലിയിൽ കിട്ടുമോ എന്നാണ് ഒരുപാട് കമൻറ്റ് ബോക്സിൽ വരുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ എപ്പോഴാണ്, വേക്കൻസി ഉണ്ടോ, അപേക്ഷിക്കുന്നത് കൊണ്ട് കാര്യമുണ്ടോ എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ, അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. +1 അലോട്ട്മെൻറ്റിൻ്റെ വിദ്യാർത്ഥികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്, അതായത് ഇതുവരെ ഒരു സ്കൂളിലും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന ഒരു അലോട്ട്മെൻറ്റാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താ നിങ്ങൾ അറിയണം. അതായത് വേക്കൻസി ഉണ്ടോ എന്ന്, അപേക്ഷിക്കുന്നത് കൊണ്ട് കാര്യമുണ്ടോ എന്നൊക്കെ വിദ്യാർത്ഥികളുടെ മുമ്പിൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് പ്രക്രിയകൾ ആദ്യമായിട്ട് മുന്നിൽ കാണുന്നൊരു വിദ്യാർത്ഥിയാണ് നിങ്ങൾ ഇതിനു മുമ്പ് അലോട്ട്മെൻറ്റ് എന്ന ഒരു സംഗതി അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. സെൻട്രലൈസർ അലോട്ട്മെൻറ്റ് പ്രോസസ് ആദ്യമായിട്ടാണ്. അപ്പോൾ എന്താണ് ഇപ്പോൾ മുക്കിക്കെട്ട അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ സംഭവിച്ച കാര്യമെന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള ഏകദേശമുള്ള സീറ്റുകളൊക്കെ ഫില്ലായിട്ടുണ്ടാവും. ഇനി മെറിറ്റ് കോട്ടയിൽ എത്ര വേക്കൻസി ഉണ്ട്, സ്പോർട്സ് കോട്ടയിൽ എത്ര വേക്കൻസി ഉണ്ട് എന്നിങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. അത് നോക്കിയിട്ടാണ് നമ്മൾ അപേക്ഷ കൊടുത്തിട്ട് കാര്യമുള്ളൂ എന്ന് നമുക്ക് അത് നോക്കി കൃത്യമായിട്ട് വേണം നമ്മൾ അപേക്ഷ നൽകാൻ. അപ്പോൾ അതിൻ്റെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ എന്ന് പറയുന്നത് ജൂലൈ 2-നാണ് hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ എന്ത് ചെയ്യുക, പ്രസിദ്ധീകരിക്കുക. hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കും. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്, അലോട്ട്മെൻറ്റ് ലഭിച്ചൊരു വിദ്യാർത്ഥിക്ക് ഇതിന് അപേക്ഷ കൊടുക്കാൻ പറ്റുമോ എന്ന്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എനിക്ക് നിങ്ങളോട് കാര്യം പറയാനുള്ളത്, സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ കിട്ടിയവർക്ക് ഒരിക്കലും അപേക്ഷ കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഫസ്റ്റിലും സെക്കൻഡിലും തേർഡിലും ഒക്കെ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ അത് നിങ്ങൾക്ക് ഒരു അപേക്ഷ അലോട്ട്മെൻറ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ പല വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്, അഡ്മിഷൻ എടുക്കാതിരുന്നാൽ, ഇത് തേർഡ് അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ ലഭിച്ചു, അതെനിക്ക് ദൂരെയാണ്, അതെനിക്ക് എടുക്കാതിരുന്നാൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ കൊടുക്കാൻ പറ്റുന്നത്, അവിടെ അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ അഡ്മിഷൻ എടുത്തില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ നിങ്ങൾ അഡ്മിഷൻ എടുക്കാതിരുന്നാൽ നിങ്ങൾക്കാണതിന് നഷ്ടം. കാരണം നിങ്ങൾക്ക് സപ്ലിമെൻ്ററിയിൽ അലോട്ട്മെൻറ്റിൽ കൊടുക്കാനൊട്ട് പറ്റുകയുമില്ല. നിങ്ങൾക്ക് കിട്ടിയ ഒരു അഡ്മിഷൻ എന്ത് ചെയ്യും, പോകുകയും ചെയ്യും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടിയ അഡ്മിഷൻ നഷ്ടമാകുകയും ചെയ്യും. നിങ്ങൾക്ക് പുതുതായിട്ട് അപേക്ഷ കൊടുക്കാൻ പറ്റില്ല. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ആർക്ക് മാത്രമേ അപേക്ഷ കൊടുക്കാൻ പറ്റൂ? 2 കൂട്ടർക്ക് അപേക്ഷ കൊടുക്കാം. അതായത് നിങ്ങളുടെ അപേക്ഷയിൽ, അതായത് നിങ്ങൾ അപേക്ഷ നൽകിയിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക്, അതായത് മുഖ്യഘട്ടത്തിൽ അപേക്ഷ നൽകി അതായത് അപേക്ഷ നൽകിയിട്ട് ഫസ്റ്റിലും സെക്കൻഡിലും തേർഡിലും, ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്, ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ഈ തേർഡ് അലോട്ട്മെൻറ്റിലും എവിടെയും സീറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്ത് നൽകാം. ഇനി അപേക്ഷിക്കാൻ പറ്റാതെ പോയ വിദ്യാർത്ഥികളുണ്ടാകും. നിങ്ങൾക്ക് ആ ടൈം അനുവദിച്ചപ്പോൾ അതിൽ അപേക്ഷ നൽകാൻ പറ്റിയിട്ടുണ്ടാവില്ല. നിങ്ങൾക്കും എന്ത് ചെയ്യാം, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കും അപേക്ഷിക്കാൻ അവസരമുണ്ട്.
അപ്പോൾ ഈ 2 വിഭാഗം വിദ്യാർത്ഥികൾക്കാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ വേക്കൻസി ഉണ്ടോ എന്ന് വിദ്യാർത്ഥികൾ നോക്കണം. നിങ്ങൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി വെറുതെ അപേക്ഷിച്ചാൽ പോരാ. അപേക്ഷിക്കാൻ എന്ത് വേണോ, ഈ അപേക്ഷിക്കണമെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് പോലെ ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കുന്ന പ്രോസസ്സല്ല. അലോട്ട്മെൻറ്റ് കിട്ടിയാലേ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റൂ. അല്ലാതെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പോയി ജോയിൻ ചെയ്യുന്ന പോലെ TC കൊടുത്ത് ജോയിൻ ചെയ്യുന്ന പരിപാടിയല്ല. അത് സ്പോട്ട് അഡ്മിഷൻ ടൈമിലേ ഉണ്ടാവുകയുള്ളൂ. അതൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കൊന്നും വേണ്ട. വേക്കൻസി കിട്ടിയാൽ കിട്ടി, പോയാൽ പോയെന്ന് പറഞ്ഞ പോലെയാണ് സ്പോട്ട് അഡ്മിഷൻ്റെ കാര്യമൊക്കെ. അതൊക്കെ നിങ്ങളത്ര നോക്കൊന്നും വേണ്ട. അപ്പോൾ ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ വേക്കൻസി ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചപ്പോൾ നമുക്ക് കിട്ടിയൊരു ഡീറ്റെയിൽസ് ഇങ്ങനെയാണ്. മെറിറ്റ് കോട്ടയിൽ, അത് ഗവൺമെൻറ് അനുവദിച്ച സീറ്റാണ് മെറിറ്റ് സീറ്റ്. മെറിറ്റ് കോട്ടയിൽ കേരളത്തിൽ 14 ജില്ലകളിലും കൂടി ഏതാണ്ട് 3000 സംതിങ് സീറ്റേ ഉള്ളൂ. തിരുവനന്തപുരത്ത് നിന്ന് കാര്യം നോക്കുകയാണെങ്കിൽ 22ഓളം സീറ്റാണ് മെറിറ്റ് സീറ്റുകളിലുള്ളത്. തിരുവനന്തപുരത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ. കാസർഗോഡ് ഒരു 10, ഞാൻ കാസർഗോഡുകാരനാണ്, ഒരു 200-250 സീറ്റോളം മെറിറ്റ് കോട്ടയിലുണ്ട്. സ്പോർട്സ് കോട്ടയിൽ നോക്കുവാണെങ്കിൽ ഏതാണ്ട് 2700 സംതിങ് സീറ്റിങ്ങാനുണ്ട്. മെറിറ്റ് കോട്ടയിലുണ്ട്. മെറിറ്റ് കോട്ടയിൽ 3000 സംതിങ് സീറ്റും സ്പോർട്സ് കോട്ടയിൽ 2700 സംതിങ് സീറ്റുമാണ് ഉള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് ഈ 3000 സംതിങ് സീറ്റുകളിലേക്കാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വിളിക്കുന്നത് അപേക്ഷിക്കാൻ. അപ്പോൾ അങ്ങനെ വിളിക്കുമ്പോൾ അപേക്ഷിക്കുന്നുണ്ട് കാര്യമുണ്ടോ എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. കാര്യമുണ്ടെന്നും പറയാം, കാര്യമില്ലെന്നും പറയാം. കാരണം അലോട്ട്മെൻറ്റ് പ്രോസസ്സാണ്. കിട്ടുമോ നോക്കിയിരുന്ന് കാണണം. നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതുമാത്രമല്ല, പിന്നെ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് എന്ത് ചെയ്യും, സ്പോർട്സ് കോട്ടകളിൽ അപേക്ഷ വന്നില്ലെങ്കിൽ അത് സപ്ലിമെൻ്ററി ഘട്ടത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സ്പോർട്സ് കോട്ടയിൽ 2700 സീറ്റുകൾ ഒഴിഞ്ഞ് കിടപ്പുണ്ട്, 700 സംതിങ്. അപ്പോൾ ആ സ്പോർട്സ് കോട്ടകളിലേക്ക് അപേക്ഷ വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്പോർട്സ് കോട്ട സീറ്റുകളും കൂടെ എന്ത് ചെയ്യും, മെറിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യും. അതായത് ഈ സ്പോർട്സ് കോട്ടയിൽ അനുവദിച്ചിട്ടുള്ള സീറ്റുകൾ എന്ത് ചെയ്യും, മെറിറ്റ് കോട്ടയിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, 3000 സംതിങ്ങും 2700 സംതിങ്ങും കൂടി ഒരു 6000-7000 റേഞ്ചിലേക്ക് എന്ത് ചെയ്യും, സീറ്റുകൾ മെറിറ്റ് സീറ്റായി മാറും. അത് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിലേ സംഭവിക്കൂ. സ്പോർട്സ് കോട്ടകളിൽ അപേക്ഷ വരാൻ പാടുള്ളതല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സ്പോർട്സ് കോട്ടയിൽ ഒഴിഞ്ഞു കിടക്കുന്ന 2700 സംതിങ് സീറ്റ് എന്ത് ചെയ്യും, മെറിറ്റ് സീറ്റാക്കി ആഡ് ചെയ്ത് അങ്ങനെ വരുമ്പോൾ ഒരു 6000-7000 സീറ്റുകൾ ടോട്ടൽ കൂട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും, കേരളത്തിലെ 14 ജില്ലകളിലും കൂടെ ഒരു 6000-7000 സീറ്റ് വരും. അപ്പോൾ അപേക്ഷിക്കുന്നതുകൊണ്ട് കാര്യമുണ്ട്, കാര്യമില്ലെന്നൊന്നും പറയുന്നില്ല. അപേക്ഷിക്കുന്നതുകൊണ്ട് കാര്യമുണ്ട്. അപേക്ഷിക്കാൻ അലോട്ട്മെൻറ്റ് അപേക്ഷ നൽകിയിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ നിർബന്ധമായും അപേക്ഷിക്കുക. ഇനിയിപ്പോൾ അപേക്ഷിക്കാൻ പറ്റാത്ത വിദ്യാർത്ഥികളും അപേക്ഷിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ്ട് കേരളത്തിലെ സീറ്റുകൾ എങ്ങനെയാണ് അവസ്ഥ എന്ന്. ഇനി സ്കൂൾ വൈസും ജില്ലാ വൈസുമുള്ള സീറ്റുകളും ഒക്കെ എന്ത് ചെയ്യും, പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്ത് ചെയ്യും, പ്രസിദ്ധീകരിക്കും. അതായത് സ്കൂൾ വൈസിൻ്റെ ലിസ്റ്റ് എന്ത് ചെയ്യും, വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. നമ്മളിപ്പോൾ 14 ജില്ലകളിലെയും കൂടെയുള്ള കണക്കുള്ള സീറ്റാണ് പറഞ്ഞത്. അപ്പോൾ അത് ഇതിൻ്റെ വേക്കൻസി ലിസ്റ്റിനെ പ്രസിദ്ധീകരിക്കാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതൊരു എന്ത് ചെയ്യാം, ജൂലൈ 2-നാണ് അപേക്ഷ ആരംഭിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മിക്കവാറും നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ തുടങ്ങിയതിന് ശേഷം 3rd അലോട്ട്മെൻറ്റ് അഡ്മിഷനൊക്കെ ശേഷം ചിലപ്പോൾ വേക്കൻസിയൊക്കെ പെട്ടെന്ന് പ്രസിദ്ധീകരിക്കാം. ചിലപ്പോൾ അത് എന്തായാലും ജൂലൈ 2-ന് മുമ്പ് നിങ്ങൾക്ക് വേക്കൻസി ലിസ്റ്റൊക്കെ വെബ്സൈറ്റിൽ അവൈലബിൾ ആകും. അപേക്ഷിക്കുക. ഒന്നുകൊണ്ടും പേടിക്കേണ്ട. അപേക്ഷിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അലോട്ട്മെൻറ്റ് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടക്, ദ കരിയർ ഗൈഡ് ആൻഡ് ടൈം ഫോർ വാച്ചിങ്. ബൈ.